പടക്കളം ഡയറക്റ്റഡ് ബൈ മനു സ്വരാജ്. പുതുമുഖ ഡയറക്ടർ ആയിരിക്കും, എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ പേരിട്ടിട്ടില്ല, ചിലപ്പോൾ അസിസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ടാവാം. മച്ചാനെ പൊളിച്ച് ഫസ്റ്റ് പടം കിടിലം എന്ന് എനിക്ക് പറയാനുള്ളൂ. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. അത് കുറേ നല്ല കാര്യങ്ങളുണ്ട്, എന്നാൽ ചെറിയ ചെറിയ നെഗറ്റീവ്സും പടത്തിലുണ്ട്. ഞാൻ മൊത്തത്തിൽ പറയാം. പ്രൊഡ്യൂസ്ഡ് ബൈ വിജയ് ബാബു, ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ ആ പ്രൊഡക്ഷൻസിന്റെ ബാനറിലാണ് ഈ സിനിമ വന്നിരിക്കുന്നത്. പിന്നെ വിജയ് സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞ വേറൊരു പ്രൊഡ്യൂസറുണ്ട്. മ്യൂസിക് ബൈ രാജേഷ് മുരുകേശൻ, നമ്മുടെ പ്രേമമൊക്കെ ചെയ്ത മച്ചാൻ. കിടില്ല ഒരു സാധനം ഉണ്ടോ, വിസില് ബിസില് കബഡി കബഡി വിസില് ബിസില് കബഡി കബഡി, ഒരു സാധനം ഉണ്ട്. ഇതിന്റെ പോലെ കിടില മ്യൂസിക് ആയിരുന്നു. ഞാനത് ട്രെയിലറിൽ കണ്ടപ്പോഴേ ഞാൻ അത് നോട്ട് ചെയ്ത് വെച്ചു, ഇതെപ്പോൾ വരുമെന്ന് നോക്കി. എൻ്റെ പടത്തിലൊരു പോയിന്റ് വന്ന് ആ പോയിന്റ് കിടിലനായിരുന്നു. ആൻഡ് പടം തീർന്ന സമയത്ത് വന്നപ്പോഴത്തേക്ക് ഞാൻ ഇതൊക്കെ ഇങ്ങനെ കേട്ടിട്ടാണ് തിയേറ്റർ വിട്ട് ഇറങ്ങിയത്. സിനിമാറ്റോഗ്രാഫി ബൈ അനു മൂത്തേടത്ത്, നൈസ് ആയിരുന്നു മച്ചാനെ, കിടിലനായിരുന്നു. എഡിറ്റഡ് ബൈ നിതിൻ രാജ് ആരോൾ. 2 മണിക്കൂർ നേരൊക്കെ ഉള്ളൂ, കുഴപ്പമില്ലാതെ അത്യാവശ്യം ട്രിം ആയിട്ട് തന്നെ പടം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ട്രെയിലർ കണ്ടാൽ മനസ്സിലാവും, ഒരു എന്താ പറയുക, ഒരു മൈൻഡ് മാജിക് കോൺസെപ്റ്റ് പരിപാടിയാണ് ഓടിച്ചിരിക്കുന്നത്. ഒരു മൈൻഡ് ഗെയിം സംഭവമാണ്. അതിൽ മറ്റേ പച്ചീസ് അഥവാ ഇന്നത്തെ കാലത്തെ ലൂഡോ, മറ്റേ പകിട കളി, അതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അങ്ങനത്തെ ഒരു പ്ലോട്ട്, ഒരു കോളേജ്, കുറച്ച് സെറ്റ് ഓഫ് പിള്ളേരുടെ പേരൊക്കെ പറയാം. മെയിൻ ലീഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സുരാജേട്ടനും ഷറഫൊക്കെയാണ്. രണ്ടുപേരും പൊളിച്ചടിക്കുക തന്നെ എനിക്ക് പറയണം. അതിൽ സുരാജേട്ടൻ ഒരു ഇന്റർവെൽ ബ്ലോക്കിന്റെ ഒക്കെ ഒരു ടൈമില്ല, അത്ര നേരം സുരാജേട്ടൻ ഇല്ല. തുടക്കത്തിൽ വരും, പിന്നെ പുള്ളി പോവും. പിന്നെ സെക്കൻഡ് ഹാഫ് ഫുള്ള് പുള്ളിയാണ്. ഫസ്റ്റ് ഹാഫിന്റെ ഇന്റർവെൽ ബ്ലോക്കിന്റെ ഒരു പോയിന്റില് പുള്ളി വന്നിട്ട് ഒരു സ്പ്ലിറ്റ് സെക്കൻഡിൽ ഒരു സാധനം ചെയ്യുന്നുണ്ട്. എന്റെ ദൈവമേ, ഞാൻ എവിടെയൊക്കെ നമ്മുടെ പഴയ കോഞ്ഞടിക്കണ സുരാജേട്ടനെ കണ്ട ഒരു ഫീൽ ആയിരുന്നു എനിക്ക്. ഒറ്റ സെക്കൻഡ് ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു സാധനം. പിന്നെയും ഒരു കോമഡി, ഒരു ഹ്യൂമർ സാധനം അങ്ങനെ പിടിച്ചു പോയിട്ടുണ്ട്. പക്ഷെ ആ ഒരു പോയിന്റ് അത് വളരെ എന്താ പറയാ, ക്രൂഷ്യലായിരുന്നു. ഭയങ്കര രസമായിരുന്നു ആ ഒരു സംഭവം. സുരാജേട്ടനും ഷറഫിക്കയും പിന്നെ നമ്മുടെ സന്ദീപ് ഫാലിമി, ഇപ്പൊ കണ്ട ജിംഖാന, ഇതിലൊക്കെ ചെയ്തിട്ടുള്ള സന്ദീപ് മച്ചാനെ ഞാൻ ഇപ്പോഴും പറയാണ്, നിങ്ങൾ ഇങ്ങനെ തന്നെ നല്ല നല്ല സ്ക്രിപ്റ്റ് ഒക്കെ എടുത്ത് വെക്കോ. കിട്ടില്ല നടനടൈ. ഇതിൽ 2 കൈൻഡ് ഓഫ് ഒരു റോൾ പരിപാടി മച്ചാൻ പിടിച്ചിട്ടുണ്ട്. പോളി സാധനം പറയാതിരിക്കാൻ വയ്യ, മച്ചാൻ പൊളിച്ചിട്ടുണ്ട്. നിരഞ്ജന രൂപമുണ്ട്, നല്ലോണം ചെയ്തിട്ടുണ്ട്. സാഫ് ബോയ് സിനിമയിലുണ്ട്. സാഫ് ബോയ്, പൂജ മോഹൻ രാജ്, പിന്നെ വേറെ 2 മച്ചാണ്. നമ്മുടെ പൂക്കാലം എന്ന് പറഞ്ഞ സിനിമയില്ലേ, അതില് ഉള്ള വേറെ കുറെ സിനിമയിലൊക്കെ ഉള്ള മച്ചാൻ ഈ സിനിമയിലുണ്ട്. ആൻഡ് നമ്മുടെ കരിക്കിലൊക്കെ ഉള്ള എഡിറ്ററാണോ പുള്ളി അതിൽ ചെയ്തിട്ടുണ്ട്, അസിസ്റ്റന്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്, അതിൽ അഭിനയിച്ചിട്ടുണ്ട്. എഡിറ്ററാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ മച്ചാനും പടത്തിലുണ്ട്. അവരുടെ പേര് ഞാൻ നോക്കട്ടെ കേട്ടാ. അവര് രണ്ടുപേരും അത്യാവശ്യം കുഴപ്പമില്ല. തുടക്കത്തിലൊക്കെ അവന്മാരൊക്കെ മറ്റേ ഇഞ്ചക്ട് ചെയ്ത കോഞ്ഞടിയായിരുന്നു. ഒരു എന്താ പറയാ, ഒരുമാതിരി വിവരമില്ലാത്ത പോലത്തെ ഒരുമാതിരി അഭിനയവും കുറച്ച് ഷോകം കൗണ്ടറൊക്കെ ഉണ്ടായത്. അതൊക്കെ എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നിയുള്ളൂ. അരുൺ പ്രദീപ് മച്ചാൻ കിട്ടില്ല. പിന്നെ ഇഷാൻ ഷൗക്കത്ത്, അരുൺ അജിത് കുമാർ, അപ്പൊ ഇവരൊക്കെയാണ് മെയിനായിട്ട് ചെയ്തിട്ടുള്ളത്. ആൻഡ് പടം ത്രൂ ഔട്ട് ഫൺ പടം. നിങ്ങൾ ബോഗൻ എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന് ഏറെക്കുറെ സിമിലർ ആയിട്ടുള്ള ഒരു പ്ലോട്ടാണ് ഈ സിനിമേന്റെ. ആ ഒരു സംഭവമൊക്കെയാണ് വന്നിരിക്കുന്നത്. പക്ഷെ അത് നമ്മളൊരു സീരിയസ് ഇതിലിരുന്ന് കണ്ടിട്ട് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഫുൾ ഫൺ അടിച്ചു പറത്തിയിട്ടുണ്ട്. അത് സെക്കൻഡ് ഹാഫ് എന്ന് പറയാം. ഫസ്റ്റ് ഹാഫ് ഞാൻ കുറെ നേരമൊക്കെ എന്തെങ്കിലുമൊക്കെ ആവുമായിരിക്കും, എന്നാ പിന്നെ കണ്ടിരിക്കുക ഇങ്ങനെ ഒരു വിചാരിച്ചു നിന്നിട്ട് ഇന്റർവെല്ലിൽ ഒരു സാധനം വന്നപ്പോൾ ദാറ്റ് വാസ് എ ഹൈ മൊമെന്റ് ഫോർ ദാറ്റ് മൂവി, ഫോർ ദാറ്റ് പർട്ടിക്കുലർ മൂവി. അത് പറഞ്ഞേ പറ്റുള്ളൂ. ആൻഡ് സെക്കൻഡ് ഹാഫ് സുരാജേട്ടൻ ഷോ അത് കുറെ ഇടത്തൊക്കെ നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കും, അയ്യോ ഇനി അവരുടെ ഇന്ററാക്ഷൻ എന്തായിരിക്കും, ഇവരുടെ മറ്റേ കമ്പനീൻ്റെ ഇടയിലുള്ള ഇതെന്തായിരിക്കും, ഇതൊക്കെ കുളമായല്ലോ ഇടയിൽ, ഇതിപ്പോ ഇനി ഏത് റേഞ്ചിലോട്ട് പോകണം, ഈ ഒരു മൈൻഡിലാണ് ഫസ്റ്റ് ഹാഫിൽ കൊണ്ട് നിർത്തണത്. ഞാൻ ഈ പടക്കളം എന്ന് പറഞ്ഞ ഈ ഒരു കോൺസെപ്റ്റ്, ഈ പടത്തിന്റെ പേരും ഇതൊക്കെ കേട്ടപ്പോഴേ എന്റെ മൈൻഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന മറ്റേ കളിക്കളം, ഇത് കളിക്കളം, ആ പാട്ടാണ് എന്റെ മൈൻഡിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഞാൻ പ്രതീക്ഷിച്ചില്ല, പക്ഷെ പടത്തിൽ ആ സാധനം വന്നിട്ടുണ്ട്. ആ ഒരു ചെറിയ മ്യൂസിക് ബിറ്റ് എടുത്ത് ഇട്ടിട്ടുണ്ട്. അതിന്റെ പ്ലേസ്മെന്റും ആ ഒരു ഇന്റർവെൽ ബ്ലോക്കാണ് പൊളി. എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. ഞാൻ ശരിക്കും കൈയടിച്ച് ചിരിച്ച സാധനമാണത്. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഒരു ചെറിയൊരു പടം, ഒരു കോളേജ്, കാർത്തിക തിരുനാളാണോ, അങ്ങനത്തെ ഒരു എഞ്ചിനീയറിംഗ് കോളേജ്, 4 സെറ്റ് ഓഫ് പയ്യന്മാര്, അവരുടെയൊക്കെ കുറച്ച് കാര്യങ്ങൾ. സെറ്റ് ഓഫ് മറ്റേ എഞ്ചിനീയറിംഗ് കോളേജ് പയ്യന്മാരെന്ന് പറഞ്ഞാൽ മറ്റേ ഉഴപ്പന്മാരല്ല കേട്ടോ. എല്ലാത്തിനും അത്യാവശ്യം വിവരവും ബുദ്ധിയൊക്കെ ഉണ്ട്. പല
എഞ്ചിനീയറിംഗ് കോൺസെപ്റ്റ്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാം കുറേ കാര്യങ്ങളൊക്കെ പടത്തിൽ കാണിച്ചിട്ടുണ്ട്. ആ ഒരു കോളേജ് തന്നെയാണ് മൊത്തത്തിലുള്ളത് കൂടുതലും. ആ ഒരു മേജർ പാർട്ട് ഓഫ് ദി മൂവി ഷൂട്ട് ചെയ്തിരിക്കുന്നത് കോളേജ് തന്നെയാണ്. പിന്നെയാണ് കുറച്ച് ഔട്ട്ഡോറും കാര്യങ്ങളും വീടും അങ്ങനത്തെ കാര്യമൊക്കെ ഉള്ളത്. പൂജാ മോഹൻരാജ് സിനിമയുണ്ട്, നല്ലൊരു റോള് അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്ഥിരം മറ്റേ കോമഡിയും ആ സാധനമല്ല, വേറൊരു ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ് പിടിച്ചിരിക്കുന്നത്. പുള്ളിക്കാരി നൈസായിരുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു സംഭവമാണ്. ഉഴപ്പ് പയ്യന്മാരല്ല, വിവരമൊക്കെ ഉള്ള പയ്യന്മാരാണ്. നിരഞ്ജനാനുപര ക്യാരക്ടറാണെങ്കിലും പുള്ളിക്കാരി പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർക്കൊന്നും അധികം ചെയ്യാനില്ല, പക്ഷെ കൊടുത്തിരിക്കുന്ന ആ ഒരു റോള് കിള്ളനായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മച്ചാനുണ്ട്, മാർക്കോയിലെ അന്തരില്ലേടേ, മാർക്കോയിലെ അനിയൻ, പുള്ളി ഈ സിനിമയിൽ ചെറിയൊരു റോള് ചെയ്തിട്ടുണ്ട്. മച്ചാൻ്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ. ചിലപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞ പേരിലെ കൂട്ടത്തിൽ കാണുമായിരിക്കും. കാരണം IMDbന്റെ കാസ്റ്റ് എടുത്ത് നോക്കിയപ്പോൾ അതിൽ ഫോട്ടോ ഉണ്ടായിരുന്നില്ല, പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് തെറ്റുപറ്റിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നൽ. ആൻഡ് അതാണ്. അപ്പോൾ ഞാൻ പറയാം, വലിയൊരു പടമൊന്നുമല്ല, അത്ര ലോജിക്കലി നമുക്ക് കറക്റ്റായിട്ട് ഉള്ള ഒരു പടമൊന്നുമല്ല. പ്യുവർ ഫൺ പടം, പ്യുവർ മറ്റേ എന്താ അടിച്ചുപൊളി പോപ്കോണൊക്കെ നിന്ന് ഫ്രണ്ട്സായിട്ടോ ഫാമിലി ആയിട്ടൊക്കെ പോയിരുന്ന് ആ ഒരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ, ആ സംഗതി മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടേക്ക് ഫണ്ണാണ്. ആൻഡ് സാഫ് ബോയ് മച്ചാൻ കുറേ എന്താ പറയുക, ഈ പച്ചീസും ലൂഡോ പകിട കളീനൊക്കെ കുറിച്ച് പുള്ളിയാണ് അവർക്കൊക്കെ ഒരു ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് കൊടുക്കുന്നത്. ആ ഒരു ഡിസ്ക്രിപ്റ്റീവ് ആണെങ്കിൽ നല്ലതായിരുന്നു. മൊത്തത്തിൽ കൊള്ളാണ്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. നിങ്ങൾ പോയി കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക. ഇതൊക്കെ എത്ര പേര് ഈ പടമൊക്കെ പോയി കാണുമെന്ന് എനിക്കറിയില്ല. സാറിന് പടം കണ്ട കൂട്ടത്തിൽ എഴുതിത്തള്ളാൻ മാത്രം ഉള്ള ഒരു തൊലിഞ്ഞ പടമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ബട്ട് നൈസ് മൂവി, കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു വൺ ടൈം വാച്ചിനൊക്കെ വകുപ്പുള്ള ഒരു പടം. ഷറഫുക്ക പൊളി, സുരാജ് ഏട്ടൻ പൊളി, സന്ദീപ് കിടിലം. അത്ര എനിക്ക് പറയാനുള്ളൂ. ബൈ. ആൻഡ് വൈകിട്ട് സർക്കിട്ട് കാണുന്നുണ്ട്, നാളെ പ്രിൻസ് ആൻഡ് ഫാമിലി കാണുന്നുണ്ട്. എല്ലാത്തിൻ്റെയും വീഡിയോ വരുന്നതാണ്. ബൈ ബൈ.